വരുന്നുണ്ടിരു കൈകൾ നീട്ടുന്നതേവർക്കും സ്നേഹധർമ്മം കനിരിന്നൂറുന്നൊരു കാരുണ്യനാമത്തിൻ കാവലിൽ കഴിയുന്നുണ്ടേറെ ജന്മം. എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് നിയോജകമണ്ഡലം പള്ളിക്കര പെരിങ്ങാല അൽ ഇസ്ഹാൻ യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നന്മ ഡയാലിസിസ് സെന്റർ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ നാടിന് സമർപ്പിച്ചു. 1.25 കോടി രൂപ മുടക്കിയാണ് സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. സെന്റർ ചെയർമാൻ ടി.എ. അബ്ദുൾ റഷീദ് അമാനി ബാഖവി അധ്യക്ഷത വഹിച്ചു. നന്മ ഡയാലിസിസ് സെന്ററിന് സ്ഥലം സൗജന്യമായി നൽകിയ ഇരിപ്പക്കോട്ടിൽ ഇ.എ. അഹമ്മദ് അബ്ദുള്ളയെയും ജീവകാരുണ്യ പ്രവർത്തകരായ ഫിറോസ് കുന്നംപറമ്പിലിനെയും ചടങ്ങിൽ മുനവർ അലി തങ്ങൾ ആദരിച്ചു. ആരംഭിച്ച ഒരു യുവാക്കളുടെ കൂട്ടായ്മയാണ് അൽ ഇഹ്സാൻ യൂത്ത് മൂവ്മെന്റ് എന്നാണ് പേര്. ഇതിന്റെ കീഴിലായിട്ട് 2011 ശേഷമായിട്ട് പാലിയേറ്റീവ് കെയറിന്റെ കിടപ്പുകൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, അതുപോലെ പ്രസ് ബാങ്ക്, ആംബുലൻസ് സർവീസ് ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ ഈ സാധുക്കൾക്ക് സഹായങ്ങൾ, സാമ്പത്തിക സഹായങ്ങൾ, ലോകത്തിനുള്ള സഹായങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിന്റെ 10ാം വാർഷികത്തിലാണ് ഒരു വലിയൊരു പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുകയും 2021 നവംബർ 5-ാം തീയതിയാണ് ഈ ഡയാലിസിസ് സെന്ററിന് ശിലാസ്ഥാപനം നടത്തുന്നത്. ബഹുമാനപ്പെട്ട രക്ഷാധികാരി സൈഫുദ്ദീൻ ആണ് ഇത് ശിലാസ്ഥാപനം നടത്തിയത്. അതിന്റെ നിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഉദ്ഘാടനം അത് കഴിഞ്ഞതിന് ശേഷം ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ പ്രവർത്തിക്കുന്നവർ തന്നെ എല്ലാ ജാതിയിലുള്ളവരുണ്ട്. ഒരു പ്രത്യേക ജാതിയോ അല്ലെങ്കിൽ പ്രത്യേക സംഘടനയോ ഒരു പ്രത്യേക മതത്തെയോ ബേസ് ചെയ്തിട്ടല്ല. അതുപോലെ നമ്മുടെ സഹായങ്ങളും അതേ രീതിയിൽ തന്നെയാണ്. മത രാഷ്ട്രീയ ചിന്താഗതികൾക്ക് അതീതമായി മനുഷ്യൻ എന്ന ഒരു ലേബലിൽ, ആ ചിന്തയിൽ എല്ലാവർക്കും സഹായം എത്തിക്കുക, സമൂഹത്തിൽ നന്മ ചെയ്യുക എന്ന ചിന്തയിലാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പെരിങ്ങാല പള്ളിക്കര കേന്ദ്രീകരിച്ചുള്ള എല്ലാ ജാതി ആളുകളും നമ്മൾ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഡയാലിസിസ് സെന്ററിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാ ജാതി ആളുകളും സഹായിച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ചർച്ചിലെയും അമ്പലത്തിലെയും മുസ്ലിം പള്ളിയിലെയും എല്ലാ സഹായങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മയാണ്, യുവാക്കളുടെ കൂട്ടായ്മയാണ് ഇത്. ഈ ഡയാലിസിസ് സെന്ററിന് ഇപ്പോൾ നന്മ ഡയാലിസിസ് എന്നാണ് പേര് കൊടുത്തത്. സാധുക്കളായ ആളുകൾക്ക് പരിപൂർണമായി സൗജന്യമായി കൊണ്ട് തന്നെയാണ് ഡയാലിസിസ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ആ ഒരു നിലയിൽ തന്നെ തുടർന്നു പോകാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ വൃക്കരോഗികൾ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വളരെ പാവപ്പെട്ട ആളുകളും വൃക്കരോഗികളായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ ഡയാലിസ് ചെയ്യുന്നതിന് വളരെയധികം ബുദ്ധിമുട്ട്, സാമ്പത്തിക ചെലവ് വന്ന സമയത്താണ് ഈ ചാരിറ്റബിൾ സംഘടന ഇങ്ങനെ ഒരു ആശയം നമുക്കുണ്ടായത്. പൂർണ്ണമായിട്ടും നിർധനരായ രോഗികൾക്ക് സൗജന്യമായിട്ടാണ് ഇവിടെ ഡയാലിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി വരുന്ന ചെലവ് സാമ്പത്തികമായിട്ടുള്ളവരുടെ കയ്യിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. 2011 പെരിങ്ങാല കേന്ദ്രീകരിച്ച് പ്രവർത്തനം കുറിച്ച കൂട്ടായ്മയാണ് അൽ ഇഹ്സാൻ യൂത്തുവിന്റെ കീഴിൽ ഏകദേശം 1.25 കോടി രൂപ ചെലവഴിച്ചാണ് ഈ പ്രവർത്തനം പൂർത്തിയായിരിക്കുന്നത്. അതിന് ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ നാട്ടുകാരുടെയും സഹകരണം കൊണ്ടാണ് ഇപ്പോൾ ഈ ഉദ്ഘാടന വേളയിലേക്ക് ഈ സ്ഥാപനം എത്തിയിരിക്കുന്നത്. ഇതിലെ നിർധനരായ രോഗികൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് പരിപൂർണമായ സൗജന്യമാകുന്ന രീതിയിലാണ് ഇതിന്റെ സംവിധാനം ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. ഒരു ഷിഫ്റ്റിൽ നമുക്ക് നിലവിൽ 3 മിഷനാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതിൽ 6 പേർക്ക് ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാവുന്ന രീതിയാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. ഞാൻ ഈ കൂട്ടായ്മയുടെ ജനറൽ സെക്രട്ടറി എ ഷാനവാസാണ്. നമ്മൾ പൂർണ്ണമായും പൊതുജനങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെയാണ് ഇവിടെ ഡയാലിസിസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മെയിൻ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ 100ഓളം വരുന്ന സന്നദ്ധ പ്രവർത്തകർ വിവാഹ വീടുകളിലും സൽക്കാരങ്ങളിലും ഫുഡ് സെർവ് ചെയ്ത് കിട്ടുന്ന തുകയാണ് ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടാതെ നാട്ടിലുള്ള മുഴുവൻ സമൻസുകളും ഇതിൽ സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ മെമ്പറാണ്. നമ്മുടെ ഡിവിഷനിൽപ്പെട്ട ഒരു പഞ്ചായത്താണ് കുന്നത്തുനാട്. ഇവിടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരികൾ വളരെ കാരുണ്യപരമായിട്ട്
ജോലി ചെയ്ത് അതിൽ നിന്നൊരു വിഹിതം നാട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രോഗികളായ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടിയിട്ട് സഹായിക്കുവാൻ വേണ്ടി തുനിഞ്ഞത് അവരുടെ നല്ല മനസ്സിന് എന്നും ദൈവം അവർക്ക് കൂട്ടായിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. കാരണം ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന എത്ര പണക്കാരനാണെങ്കിൽ പോലും ഇത്തരം ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവരുടെ ആജീവനാന്തം അവരതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു നല്ല മനസ്സ് ഒരുപറ്റം ചെറുപ്പക്കാർക്കുണ്ടായി എന്നുള്ളത് തന്നെ വലിയ അഭിനന്ദനാർഹമായ കാര്യമാണ്. തീർച്ചയായിട്ടും അവർക്ക് എല്ലാവരുടെയും സഹകരണങ്ങൾ ഇതിനുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ നന്മകളും ലോക കേരള അൽ ഇഹ്സാൻ യൂത്ത് മൂവ്മെന്റുമായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി സഹകരിച്ച് പ്രവർത്തിക്കുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വളരെ നിസ്വാർത്ഥരായ ഒരുപറ്റം ചെറുപ്പക്കാർ 2011 ആരംഭിച്ചതാണ് അൽ ഇഹ്സാൻ യൂത്ത് മൂവ്മെന്റ്. അവർ വിവാഹ പാർട്ടികളിലും അതുപോലെയുള്ള റിസപ്ഷനുകളിലെല്ലാം ഭക്ഷണം വിതരണം ചെയ്യുവാനും അതിനുശേഷം അതെല്ലാം വൃത്തിയാക്കുന്ന ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർ എടുക്കാതെ ഈ പ്രസ്ഥാനത്തിന് ചെലവഴിച്ചുകൊണ്ട് ആംബുലൻസ് സർവീസ്, നിർദ്ധരായ രോഗികളെ സംരക്ഷിക്കുന്ന ഉത്തരവാദിത്വം, വിവാഹപ്രായമെത്തി നിർദ്ധരായ കുടുംബങ്ങളിലെ വിവാഹപ്രായമെത്തി പെൺകുട്ടികളെ വിവാഹം കഴിച്ചേൽപ്പിക്കുന്ന അത്തരത്തിലുള്ള സേവന സന്നദ്ധ പ്രവർത്തകരായി മാറിയിട്ടുള്ളവരാണ്. ഈ ഒരു തീമുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്കതിന് ആ തീമിന് മുന്നോട്ട് പോകുവാനുള്ള കരുത്ത് നൽകിയത് ഈ നാട്ടിലെ ജാതി മത രാഷ്ട്രീയ കക്ഷിഭേദമന്യുള്ള മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകുമെന്നുള്ള ദൃഢവിശ്വാസത്തിന് പുറത്താണ്. എനിക്കറിയാം, അവര് മസ്കറ്റില് ദുബൈയിലെല്ലാം വന്ന് ഇതിനു വേണ്ടി പിരിവെടുത്തുകൊണ്ട് വരുന്ന സമയത്ത് എനിക്ക് വളരെ കൃത്യമായി അറിയാം. ഒരു അതിന് പിരിവിന് വന്ന തങ്ങളും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട 2-3 പേര് വന്നപ്പോൾ സുഖമില്ലാതിരുന്ന ആൾ പോലും അതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അസുഖബാധിതരായിട്ട് പോലും അവരൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അത് ദൈവപ്രീതി ഒന്ന് മാത്രം കാക്ഷിച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തനമായിരുന്നു. അതിന്ന് അവർ സഫലീകരിക്കുകയാണ്. ഇത് ഒരു നാടിൻ്റെ വലിയ വിജയമാണ്. വരുന്ന തലമുറയ്ക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. നാം ഒരുമിച്ച് നിന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്ദേശമായി ഞാനിതിനെ നോക്കിക്കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇന്നലെ ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. ഡയാലിസിസ് ബ്ലോക്ക് സൈഫുദ്ദീൻ അൽ ബുഖാരിയും ആറോ പ്ലാന്റ് വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സോണിയ മുരുകേശനും ഡയാലിസിസ് മെഷീൻ കുന്നത്തുനാട് പഞ്ചായത്ത് പ്രസിഡന്റ് MV നിദാമോണും STP പ്ലാന്റ് വടവുകോട് ബ്ലോക്ക് പ്രസിഡന്റ് അനു അച്ചുവും ലിഫ്റ്റ് ഡീൻസ് ഗ്രൂപ്പ് MD ഷാനവാസ് ഡീനും ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ആവശ്യകത കൂടി വരികയാണ്. ആ രംഗത്താണ് ഈ പ്രദേശത്തെ ഒരുപറ്റം നല്ലവരായ ജനങ്ങൾ ഈ പരിപാടിയുമായി മുന്നിട്ടാകുന്നത്. ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നിരവധി കാര്യങ്ങൾ. ആ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർക്ക് പടച്ചവന്റെ അനുഗ്രഹം ഉണ്ടാകാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ ശ്രമിച്ചപ്പോൾ ഒട്ടേറെ നല്ലവരായ ആളുകളുടെ സഹായ സഹകരണങ്ങൾ എന്നോട് ഉസ്താദ് പറഞ്ഞു. ഇതെല്ലാം കാണിച്ചത് പറഞ്ഞു, ഇവിടെ പലരും സന്മനസ്സുള്ള ആളുകൾ നൽകിയിരിക്കുന്ന ഈ പന്തൽ ഉൾപ്പെടെ ഈ മൈക്ക് സെറ്റിന്റെ ഈ സൗണ്ട് സിസ്റ്റം ഇതിന് സ്ഥലം വിട്ടുകൊടുത്ത വ്യക്തികളുണ്ട്. ഇതിന്റെ ഓരോ മുന്നോട്ടുള്ള ചവിട്ടടിയിൽ ഇതിനെ സഹായിക്കാൻ സന്മനസ് കാണിച്ചവരുണ്ട്. അവരെല്ലാം നമുക്ക് ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ഈ അവസരത്തിൽ ഓർക്കണം എന്നതിന് വിനയപ്രശ്നം അഭ്യർത്ഥിക്കുകയാണ്. നാട്ടിലെ ഒരു പറ്റം നാനാജാതി മതസ്ഥരായ ചെറുപ്പക്കാരുടെ ശ്രമഫലമായുണ്ടായ ഈ സ്ഥാപനം വൃക്കരോഗികളായ ഒരുപാട് പേർക്ക് ആശ്വാസമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.